ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ പേര് തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിനക്ക് നമുക്ക് കാണാൻ കഴിയും, സൂറത്തുൽ ലുക്മാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, വലിയ മഹാനാണ് ലുക്മാൻ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. റുവിയ ഫിൽ ഖബരി അൻ ലുക്മാനുൽ ഹക്കീം. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, ഖദംതു അർബഅത ആലാഫി നബിയ്യിൻ. ഖദംതു, ഞാൻ സേവനം ചെയ്തു. അർബഅത ആലാഫി നബിയ്യിൻ, 4000 നബിമാർക്ക് ഞാൻ സേവനം ചെയ്തു. ഫി അർബഅതി ആലാഫി സന, 4000 വർഷത്തിലായിട്ട്. ഏതായാലും 4000 നബിമാർക്ക് ഞാൻ സേവനം ചെയ്തു. ഫഖ്തർതു മിൻ കലാമിഹിം സമാനിയ കലിമാത്തിൻ. ഫഖ്തർതു, എന്നിട്ട് ഞാൻ തെരഞ്ഞെടുത്തു. മിൻ കലാമിഹിം, അവരുടെ വാക്കുകളിൽ നിന്ന് സമാനിയ കലിമാത്തിൻ, 8 കാര്യങ്ങൾ. ഞാൻ 4000 നബിമാർക്ക് സേവനം ചെയ്തു. അവരിൽ നിന്ന് 8 കാര്യങ്ങൾ ഞാൻ തെരഞ്ഞെടുത്തു. ഏതാണ് 8 കാര്യങ്ങൾ? ആ 8 കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. അൽ അവ്വലു, ഒന്നാമത്തേത്, ഇദാ കുന്ത ഫി സ്വലാത്തി ഫഹ്ഫദ് ഖൽബക. ഇദാ കുന്ത ഫി സ്വലാത്തി, നീ നിസ്കാരത്തിലാണെങ്കിൽ ഫഹ്ഫദ് ഖൽബക, നിന്റെ ഹൃദയത്തിനെ നല്ലോണം സൂക്ഷിക്കണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ കുന്ത ഫി സ്വലാത്തി ഫഹ്ഫദ് ഖൽബക, നീ നിസ്കാരത്തിലാണെങ്കിൽ നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവര് നിസ്കാരങ്ങളിൽ ഖുശൂഉള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ്. അവരുടെ ഖൽബിൽ അല്ലാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരാണ്. അതാണ് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ കാര്യമായി എണ്ണുന്നത്. ഇദാ കുന്ത ഫിസ്സലാത്തി ഫഹ്ഫദ് ഖൽബക, മോനെ നീ നിസ്കാരത്തിലാണെങ്കിൽ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ. 8 കാര്യങ്ങളിൽ നിന്നുള്ള ഒന്നാമത്തതാണത്. നീ നിസ്കാരത്തിലാണെങ്കിൽ നിന്റെ ഖൽബിനെ, ഹൃദയത്തിനെ നീ നല്ലോണം സൂക്ഷിക്കണം. ഇനി പറയുന്നു, ഇദാ കുന്ത ഫീ ബൈത്തിൽ ഗൈരി ഫഹ്ഫദ് ഐനൈക. ഇദാ കുന്ത, നീ ആയാൽ ഫീ ബൈത്തിൽ ഗൈരി, മറ്റൊരാളുടെ വീട്ടിലാണ് നീ ഉള്ളത് എങ്കിൽ ഫഹ്ഫദ് ഐനൈക, നിന്റെ കണ്ണിനെ നല്ലോണം സൂക്ഷിക്കണം. നിന്റെ 2 കണ്ണിനെയും നല്ലോണം സൂക്ഷിക്കണം. നമ്മൾ മറ്റൊരാളുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ എത്തി നോക്കാൻ പാടില്ല. നമ്മുടെ കണ്ണിനെ നല്ലോണം സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗയറ ബുയൂതികും ഹത്താ തസ്തഇനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ പ്രവേശിക്കരുതേ, നിങ്ങളുടെ വീടുകളല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുതേ. ഹത്താ തസ്തഇനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ, വീട്ടുകാരോട് സമ്മതം ചോദിക്കുന്നത് വരെ, വീട്ടുകാർക്ക് സലാം പറയുന്നത് വരെ നീ നിന്റെ വീടല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് കയറാൻ പാടില്ല. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോയാൽ, തന്റെ അനിയന്റെ വീടാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ വീടാണ്, അവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സമ്മതം ചോദിക്കാതെ കയറാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ അനിയന്റെ വീടാണ്, അല്ലെ ജ്യേഷ്ഠന്റെ വീടാണ്, സഹോദരിയുടെ വീടാണ്, ആയിക്കോട്ടെ, അവിടെ കയറുന്ന സമയത്ത് നിന്റെ വീടാണോ? അല്ല. നിന്റെ വീടല്ലാത്ത ഏതൊരു വീട്ടിലേക്കും നിനക്ക് കയറണമെങ്കിൽ അവിടെ സമ്മതം വേണമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാ.
നമ്മള് വീട്ടില് പലരും ഉണ്ടാവും. ആ സമയത്ത് ഒരുപക്ഷെ നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റാത്തതായ ഒരു അവസ്ഥയിലായിരിക്കാം. അതിനൊക്കെ സന്ദർഭം ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടുകാരോട് സമ്മതം ചോദിച്ച് അവരോട് സലാം പറഞ്ഞിട്ട് മാത്രമേ വീട്ടിലേക്ക് കയറാൻ പാടുള്ളൂ. അതാണ് ഖുർആനിന്റെ അധ്യാപനം. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങളൊരു വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ, നിങ്ങളൊരു വീട്ടിലാണെങ്കിൽ, നിങ്ങളുടെ വീടല്ലാതെ മറ്റൊരു വീട്ടിലാണെങ്കിൽ, ഫഹ്ഫദ് ഐനൈക, നിന്റെ രണ്ട് കണ്ണിനെ നല്ലോണം സൂക്ഷിക്കണേ. ബഹുമാനപ്പെട്ടവര് പറയുന്നു, ഇദാ കുന്ത ബൈനൻ നാസി ഫഹ്ഫദ് ലിസാനക, ഇനി നീ ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ നിന്റെ നാവിനെ സൂക്ഷിക്കണം. നമ്മൾ രണ്ടാൾ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്നാൾ ഒരുമിച്ച് കൂടുമ്പോൾ നാലാമതൊരുത്തനെ ഗീബത്ത് പറയുന്നു, നമീമത്ത് പറയുന്നു, പാടില്ല. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇദാ കുന്ത ബൈനന്നാസി ഫഹ്ഫദ് ലിസാനക, നീ ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ നിന്റെ നാവിനെ നല്ലോണം സൂക്ഷിക്കണം. കാരണം ഗീബത്ത് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ കുറെ അമലൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ആ അമലിന്റെ കൂലിയൊന്നും നമുക്ക് കിട്ടൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായി എന്നോട് പറയുന്നു, നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മുടെ നാവിനെ ഹറാമിനെ തൊട്ട് കാക്കണം. നമ്മുടെ നാവിനെ ഹറാം പറയുന്നതിനെ തൊട്ട് കാക്കണം. അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ ശഫീഉനാ റസൂലുള്ളാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ഗീബത്ത്, പരദൂഷണം പറയൽ, അത് വലിയ കുറ്റമാണ്. അതുകൊണ്ട് നീ രണ്ടാളുകളുടെ ഇടയിലാണ് അല്ലെങ്കിൽ നാലാളുകളുടെ ഇടയിലാകുന്ന സമയത്ത് നിന്റെ നാവിനെ നീ നല്ലോണം സൂക്ഷിക്കണേ. ഇദാ കുന്ത ബൈനന്നാസി ഫഹ്ഫദ് ലിസാനക, മൂന്നാമത്തെ കാര്യമാണത്. ഇനി ഇദാ കുന്ത ഫിൽ മാഇദതി ഫഹ്ഫദ് ഹൽഖക, ഇദാ കുന്ത ഫിൽ മാഇദതി, നീ സുപ്രയിലാണെങ്കിൽ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ, ഫഹ്ഫദ് ഹൽഖക, നിന്റെ തൊണ്ടനെ നീ സൂക്ഷിക്കണം. നിനക്ക് അവകാശപ്പെട്ടതല്ലാത്തതൊന്നും നീ എടുക്കാൻ പാടില്ല. നിനക്ക് അവകാശപ്പെട്ടതേ എടുക്കാൻ പാടുള്ളൂ. നിനക്ക് അവകാശപ്പെട്ടതല്ലാത്തത് നീ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഒരു ഉദാഹരണം പറയാ, നമ്മൾ നാലാളുകള് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് 4 ചെയറുള്ള ഒരു ടേബിളാണ്. ആ ടേബിളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു. നോക്കുന്ന സമയത്ത് ഒരു സാധനം അത് 4 എണ്ണയെ കൊണ്ടുവച്ചിട്ടുള്ളൂ. അപ്പൊ 2 എണ്ണം ഞാൻ എടുക്കുക, അതൊരിക്കലും പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതേ പ്രകാരം വെള്ളം കുടിക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ കാര്യങ്ങളും അതിന്റെ ഹക്ക് പോലെ നിർവഹിക്കാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്കൊക്കെ നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇദാ കുന്ത ഫിൽ മാഇദതി ഫഹ്ഫദ് ഹൽഖക, നീ സുപ്രയിലാണെങ്കിൽ നിന്റെ തൊണ്ടയെ നീ നല്ലോണം സൂക്ഷിക്കണം. അപ്പൊ 4 കാര്യം കിട്ടിയില്ലേ. ഒന്ന്, നിസ്കാരത്തിലാണെങ്കിൽ ഹൃദയത്തിനെ സൂക്ഷിക്കണം. മറ്റൊരുത്തന്റെ വീട്ടിലാണെങ്കിൽ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണം. അതേ പ്രകാരം തന്നെ നീ ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. സുപ്രയിലാകുന്ന സമയത്ത് നിന്റെ ഹൽക്കിനെ, നിന്റെ തൊണ്ടയെ നീ സൂക്ഷിക്കണം. ഇനി വദ്കുർ ഇസ്നൈൻ, 8 കാര്യമാണ് പറഞ്ഞത്. വദ്കുർ ഇസ്നൈൻ, 2 കാര്യങ്ങൾ നീ ഓർക്കണം. വൻസസ്നൈൻ, 2 കാര്യങ്ങൾ നീ മറക്കുകയും വേണം. 2 കാര്യം ഓർക്കുകയും 2 കാര്യം മറക്കുകയും വേണം. ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? ഫഅമ്മല്ലദാനി അൻതദ്കുറഹുമാ ഫല്ലാഹു വൽ മൗതു, നീ എപ്പോഴും ഓർക്കേണ്ട 2 കാര്യം അതേതൊക്കെയാണ്? ഒന്ന്, അല്ലാഹുവിനെയാണ്. അള്ളാഹുവിനെ നീ എപ്പോഴും ഓർക്കണം. എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കണം. കാരണം നിന്നെ പടച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്. നിനക്ക് ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ്. നിനക്ക് വെള്ളം തരുന്നവൻ അള്ളാഹുവാണ്. നിനക്ക് ശ്വസിക്കാനുള്ള വായു തരുന്നവൻ അള്ളാഹുവാണ്. നിനക്കെല്ലാം നൽകുന്നവൻ അള്ളാഹുവാണ്.
ആ അള്ളാഹുവിനെ നീ ഓർക്കണം, എപ്പോഴും നീ അള്ളാഹുവിനെ ഓർക്കണം. രണ്ടാമത്തത് വൽ മൗത്തു, മരണമാണ്. വൽ മൗത്തു അദ്നാ മിൻ ശിറാക്കി നഇലി. വൽ മൗത്തു, മരണമുണ്ടല്ലോ, അദ്നാ, അത് അടുത്തതാണ്, മിൻ ശിറാക്കി നഇലി, നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മോട് അടുത്തതാണ് നമ്മുടെ മരണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ മരണം എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അർഹമുർ റഹീമീനായ റബ്ബേ, കാമിലായ ഈമാനോടെ മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മരിക്കുന്നവരിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ടതായ രണ്ട് കാര്യങ്ങൾ, ഒന്ന് മരണമാണ്, ഒന്ന് അള്ളാഹുവാണ്. ഇപ്പൊ രണ്ട് കാര്യം, അള്ളാഹുവിനെ നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മൾക്ക് ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്, വെള്ളം തരുന്നവൻ അല്ലാഹുവാണ്, മഴ തരുന്നവൻ അല്ലാഹുവാണ്, ഈ ലോകം മുഴുവൻ പടച്ചവൻ അല്ലാഹുവാണ്, നമ്മെ പരിപാലിക്കുന്നവൻ അല്ലാഹുവാണ്. ആ നമ്മെ പടച്ചു പരിപാലിക്കുന്നവനായ അല്ലാഹുവിനെ നമ്മൾ ഓർക്കണം. അതേ പ്രകാരം രണ്ടാമത്തത് മരണവുമാണ്. മരണത്തിന് നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മൾ പലരും ചിന്തിക്കൂ, എനിക്കിപ്പോ എത്ര വയസ്സായിട്ടല്ലുള്ളൂ, എൻ്റെ ഉപ്പ മരിച്ചത് ഇന്ന വയസ്സിലാണ്, ഉപ്പാപ്പ മരിച്ചത് ഇന്ന വയസ്സിലാണ്, അപ്പൊ ഏകദേശം ഒരു 40 കൊല്ലവും കൂടിയൊക്കെ ഞാനും ജീവിക്കും എന്ന കാഴ്ചപ്പാടാ. നമ്മൾ ഒരു ഉദാഹരണം പറയാ, ഒരു വയലിന്റെ മജ്ലിസിൽ ഇരുന്ന് ഉസ്താദ് അവിടുന്ന് നല്ല വയല് മരണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാവരും ചിന്തിക്കുക, ആ ഉസ്താദ് പറഞ്ഞത് ശരിയാട്ടോ, ചിലപ്പോ രാവിലെ വിളിക്കും ഉസ്താദ് എണീച്ചോളുന്നില്ല, അല്ല എന്നെ ആൾ എണീച്ചോളുന്നില്ല, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ ഇനിയും കുറെ കാലം ജീവിക്കും എന്ന ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിൽ, പലരുടെയും മനസ്സിൽ. എന്നാൽ വൽ മൗത്തു അദ്നാ മിൻ ശിറാക്കി നഇലി, മരണം അത് നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മോട് അടുത്തതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ചെരുപ്പിന്റെ വാറ് നമുക്കറിയാലോ, നമ്മളെ കാലിനോട് ഇങ്ങനെ ഒട്ടിക്കിടക്കുകയാ, അതിനേക്കാൾ അടുത്തതാണ് മരണം. അത് നമ്മൾ ഓർക്കണം. പല മരണങ്ങളും നമ്മൾ കേട്ടതാണ്. നമ്മൾ കുറച്ച് മുമ്പ് അദ്ദേഹത്തിനോട് സംസാരിച്ചു, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ന്യൂസ് മരിച്ചു എന്നാ. അങ്ങനത്തെ എത്രയെത്ര സംഭവങ്ങളാണ്. ഈ അടുത്ത് തന്നെ ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുമ്പ്, 5 മാസങ്ങൾക്ക് മുമ്പ് എന്റെ വീടിനടുത്ത് ഒരു വ്യക്തി, അദ്ദേഹം നല്ല ആരോഗ്യവാനാണ്. അദ്ദേഹം രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ചെറിയ ഗുഡ്സിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന സമയത്ത്, മുറ്റത്ത് ഇടാൻ വേണ്ടി ബേബി മെറ്റലൊക്കെ കൊണ്ടുവന്ന സമയത്ത് അതൊക്കെ അദ്ദേഹം നല്ലോണം ഇറക്കി. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ക്ഷീണം വന്നു, പെട്ടെന്ന് തന്നെ മരണപ്പെടുകയും ചെയ്തു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അദ്ദേഹം കാരന്തൂർ മർക്കസിൽ കുറെ കാലം വാച്ച്മാനായും മറ്റും സേവനം ചെയ്ത നല്ലൊരു വ്യക്തിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഇങ്ങനെ എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, സുദീർഘമായ ഒരു ഹദീസാണ്. ആ ഹദീസിൽ കാണാം, യാ മനിൽ മൗത്തു ഗായത്തു വയാ മനിൽ കഫനു സിത്റു വയാ മനിൽ ഖബറു മൻസിലു വയാ മനിത്തുറാബു വിസാദു എന്ന് തുടങ്ങുന്ന സുദീർഘമായ ഒരു ഹദീസ് വിശദീകരിക്കുന്നില്ല. യാ മനിൽ മൗത്തു ഗായത്തു, ഓ മനുഷ്യ, മരണമെല്ലാറ്റിന്റെയും പര്യവസാനമാണ്. മരിക്കലോടുകൂടി നമ്മുടെ പേര് മാറുന്നു. പിന്നെ എപ്പോഴാണ് മയ്യത്തെടുക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം മരണം എല്ലാറ്റിന്റെയും പര്യവസാനമാണ്. പിന്നീട് നമ്മുടെ വീട് ഖബറാണ്, നമ്മുടെ വസ്ത്രം അത് കഫൻപുടയാണ്, നമ്മുടെ തലയണ നമ്മൾ ഭാര്യയോടൊന്നിച്ച് മക്കളോടൊന്നിച്ച് നല്ലോണം കിടന്നുറങ്ങിയവരാണ്, നല്ല കിടക്കയിൽ കിടന്നവരാണ്. പക്ഷേ നമ്മൾ മരിച്ച് ഖബറിലെത്തിയാൽ അവിടെ തലയണയായി നമുക്ക് ലഭിക്കുന്നത് ചളിയാണ്, നമ്മുടെ മേലെ വരുന്നത് മൂടുകല്ലുകളാണ്, നമ്മൾക്ക് കൂട്ടുകാരായി വരുന്നത് മുൻകർ നക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാമു ആണ്. നമ്മളൊന്ന് ചിന്തിക്കണം രാവിലെ. എന്നിട്ട് ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം, കമ്മിൻ മുസ്തഖ്ബിലിൻ ഗദല്ലാ യസ്തഖ്ബിലു കമ്മിൻ മുൻതദിരിൻ ഗദല്ലാ യൻതദിറു. എത്ര ആളുകളാണ് നാളെ ചെയ്യാം നാളെ കാണാം എന്ന് പറഞ്ഞ് പിരിയുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കേൾക്കുന്നത് അവരുടെ മരണ വാർത്തയാണ്. എത്ര ന്യൂസുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
പല നാടുകളിലും പല സ്ഥലങ്ങളിലും പല ന്യൂസും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ന്യൂസ് ഒരുപക്ഷെ നാളെ നമ്മുടെ പേരിലായിരിക്കും എന്ന ചിന്ത നമുക്ക് വേണം. ഏതായാലും മരണത്തെ നമ്മൾ എപ്പോഴും ഓർക്കണം. മരിക്കും എന്നത് തീർച്ചയാണ്, അതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. മരണശേഷം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മളെപ്പോഴും മരണത്തിനെ ഓർത്താല് തെറ്റ് ചെയ്യുന്നതിനെ തൊട്ട് നമുക്ക് പിന്തിരിയാൻ കഴിയും. നമ്മളിങ്ങനെ മരണത്തിനെ ഓർക്കുകയാണെങ്കിൽ തെറ്റിനെ തൊട്ട് പിന്തിരിയാൻ കഴിയും. ഒരാളുമായിട്ട് അടിപിടി കൂടുക, അല്ലെ കച്ചറ ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, അന്നേരം ചിന്തിക്കുക, റബ്ബേ ഞാൻ മരിച്ചു പോയാല്, ഞാൻ നാളെ മരിച്ചു പോയാല്, അല്ലെ ഇന്ന് രാത്രി വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ മരിച്ചു പോയാല് എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നിങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, ഒരു പ്രയാസവും ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവുകയില്ല. അപ്പം ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. അതിൽപ്പെട്ട ഒന്നാമത്തേതാണ് അല്ലാഹ്, രണ്ടാമത്തേത് മരണവുമാണ്. ഇനി മറക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഏതാണ് മറക്കേണ്ടതായ രണ്ട് കാര്യങ്ങൾ? ഫഅമ്മല്ലദാനി അൻ തൻസാഹുമാ, നീ മറക്കേണ്ടതായ രണ്ട് കാര്യങ്ങൾ. ഫഇഹ്സാനുക ഫീ ഹഖ്ഖിൽ ഗൈരി, നീ മറ്റൊരാൾക്ക് ഒരു നന്മ ചെയ്തു കൊടുത്തീനു, അത് മറന്നാളണം. നീ മറ്റൊരാൾക്ക് ഒരു നന്മ ചെയ്തു കൊടുത്താൽ അത് നീ മറക്കണം. അതേ പ്രകാരം നിന്നോട് ആരെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ അതും മറക്കണം. അപ്പൊ മറക്കേണ്ടതായ രണ്ട് കാര്യങ്ങൾ: നീ മറ്റൊരാൾക്ക് നന്മ ചെയ്തു കൊടുത്താൽ അത് നീ മറക്കണം, നിന്നോട് ആരെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ അതും നീ മറക്കണം. അപ്പൊ ഈ 8 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ഒന്ന്, നിസ്കാരത്തിലാകുമ്പോൾ കൽബിനെ സൂക്ഷിക്കുക. മറ്റൊരുത്തന്റെ വീട്ടിലാകുമ്പോൾ കണ്ണിനെ സൂക്ഷിക്കുക. ജനങ്ങളുടെ ഇടയിലാകുന്ന സമയത്ത് നാവിനെ സൂക്ഷിക്കുക. സുപ്രയിലാകുന്ന സമയത്ത് നിന്റെ ഹൽക്കിനെ, തൊണ്ടയെ സൂക്ഷിക്കുക. അതുപോലെ രണ്ട് കാര്യങ്ങൾ ഓർക്കുക, രണ്ട് കാര്യങ്ങൾ മറക്കുക. ഏതാ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ? ഒന്ന്, അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം. അതേ പ്രകാരം നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് മരണം. അള്ളാഹുവിനെയും മരണത്തെയും നമ്മൾ ഓർക്കണം. പിന്നെ മറക്കേണ്ടതായ രണ്ട് കാര്യങ്ങൾ: നമ്മൾ മറ്റൊരാൾക്ക് നന്മ ചെയ്തു കൊടുത്താൽ അത് നാം മറക്കണം. മറ്റൊരാൾ നമ്മോട് എന്തെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ, തെറ്റ് ചെയ്താൽ അത് നമ്മൾ മറന്നു കളയുകയും വേണം. അപ്പൊ ഈ കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാനിത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ധാരാളം നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.